ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മൂന്നാമത്തെ മൊഡ്യൂളിൽ ഫോർമേഷൻ ഓഫ് കേരള എന്ന് പറയുന്ന കുറച്ച് സംഗതികൾ, കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. അറിയാലോ, ആ മൊഡ്യൂൾ പ്രകാരമാണ് ഫോർമേഷൻ ഓഫ് കേരള ആൻഡ് പൊളിറ്റിക്കൽ പ്രോസസ്സ്, കേരളം എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ രൂപീകരണവും അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിനകത്തും പുറത്തും കേരളത്തിനകത്ത് കിടക്കുന്ന രാഷ്ട്രീയ ഘടനകൾ, രാഷ്ട്രീയ പ്രക്രിയകൾ, ഇതിനെക്കുറിച്ചിട്ടാണ് നമുക്ക് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനകത്ത് ആദ്യം നമുക്ക് പറയാനുള്ളത് ഒരു ഐക്യ കേരള മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. ഐക്യ കേരള മൂവ്മെൻറ്റ് അറിയാലോ, കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏകദേശം 1928 മുതൽക്ക് തന്നെ ഒരുപാട് പ്രമേയങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട പല നടപടിക്രമങ്ങളും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. അതേതൊക്കെ എന്നുള്ളത് നമുക്ക് ഒന്ന് പരിശോധിക്കാം. അപ്പോൾ ആദ്യം ഐക്യ കേരള പ്രസ്ഥാനം, കേരളം എന്ന് പറയുന്ന, അതായത് അന്ന് തിരുവിതാംകൂറും അതോടൊപ്പം തന്നെ കൊച്ചി, മലബാർ, ഇങ്ങനെ 3 രാജ്യങ്ങളായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ 3 രാജ്യങ്ങളിലെ 3 പ്രദേശങ്ങൾ, അപ്പോൾ ഈ 3 പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കണമെന്ന ആവശ്യമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആവശ്യങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നടന്ന ആ ഒരു പ്രവർത്തനങ്ങളെയാണ് പൊതുവേ നമ്മൾ ഐക്യ കേരള മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഐക്യ കേരള പ്രസ്ഥാനം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഓക്കെ, 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതികളിൽ തന്നെ അല്ലെങ്കിൽ ആദ്യ 10കളിൽ തന്നെ ഐക്യ കേരളം എന്ന് പറയുന്ന ആശയം എന്ത് ചെയ്തിട്ടുണ്ട്, രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളായിട്ടുള്ള തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിവയെ ഒന്നിപ്പിച്ചുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ യൂണിറ്റാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. അതിൽ ആദ്യത്തെ ഒരു പ്രമേയം നമുക്ക് പറയാൻ പറ്റുന്നത് 1928 എറണാകുളം പ്രമേയം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. എറണാകുളത്ത് നടന്ന ഒരു സംസ്ഥാന ജനകീയ സമ്മേളനത്തിൽ ഐക്യ കേരളത്തിനായി ആദ്യത്തെ പ്രമേയങ്ങളിൽ എന്ത് ചെയ്തു, പാസ്സാക്കി എന്നുള്ളതാണ്. അപ്പോൾ ഐക്യ കേരളത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ഒരു പ്രമേയം പാസ്സാക്കിയത് 1928 എറണാകുളത്താണ് എന്ന് മനസ്സിലാക്കാം. പിന്നെ 1928 മെയ് തന്നെ പയ്യന്നൂരിലെ കണ്ണൂർ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച ഈ ഒരു സമ്മേളനത്തിൽ ഇന്ത്യൻ ഭരണഘടനയുടെ രൂപീകരണ വേളയിൽ ഒരു പ്രത്യേക കേരള പ്രദേശം രൂപീകരിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെടുന്നുണ്ട്. അതായത് 28 ഇന്ത്യക്ക് ഏകദേശം സ്വാതന്ത്ര്യം സാധ്യമാവാൻ പോകുന്നതെന്ന് ഏകദേശം സ്വാതന്ത്ര്യ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അങ്ങനെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒരു ഭരണഘടന രൂപീകരിക്കുന്ന ആ ഒരു സമയത്ത് മലയാളം സംസാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു പ്രവിശ്യ എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാനം രൂപീകരിക്കണം എന്നുള്ളൊരു ആവശ്യം ആ സമ്മേളനം കോൺഗ്രസിൻ്റെ നേതൃത്വത്തോട് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അറിയാലോ, കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി KPCC എന്ന് പറയുന്ന സംവിധാനം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, രൂപപ്പെട്ടു വരുന്നത്. കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി എന്ന് പറയും. കാരണം അത് 1921 മുതൽ നടത്തിയ അഖില കേരള രാഷ്ട്രീയ സമ്മേളനം 3 ഭരണമേഖലയിലെ രാഷ്ട്രീയ പ്രവർത്തനം ഒന്നിപ്പിച്ച് പൊതുരാഷ്ട്രീയ പ്രവർത്തനം, അതായത് ഈ 3 പ്രദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഉണ്ടാക്കിയ ഒരു കോൺഗ്രസിൻ്റെ ഒരു സംഘടന സംവിധാനമായിട്ട് വേണം നമുക്കിതിനെ മനസ്സിലാക്കാൻ. KPCC എന്ന് പറഞ്ഞ സാധനം കേട്ടോ. ഓക്കെ, പിന്നെ 1940കളിൽ എത്തുമ്പം കൊച്ചി മഹാരാജാവിൻ്റെ പിന്തുണ ഇതിന് ലഭിക്കില്ല. കൊച്ചി മഹാരാജാവ് ശ്രീ കേരളവർമ്മ തിരുവിതാംകൂറും കൊച്ചി, ബ്രിട്ടീഷ്, മലബാർ എന്നിവ ഒറ്റ സംസ്ഥാനമാക്കുന്ന ഒരു ആശയത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പിന്തുണച്ച് വരുന്നുണ്ട്. അതായത് കൊച്ചിയിലെയും അതേപോലെ തന്നെ ബ്രിട്ടീഷ് മലബാറിനെ ഒരുമിച്ചുകൊണ്ട് ഒരു സംസ്ഥാനമാക്കി മാറ്റുന്ന ഒരു താല്പര്യത്തെ കൊച്ചി മഹാരാജാവ്, അതായത് ശ്രീ കേരളവർമ്മ മഹാരാജാവ് എന്ത് ചെയ്യുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയേണ്ട മറ്റൊരു സംഗതി പൊതുതിരുത്തി ഉപസമിതി യോഗം 1946 തന്നെ KP കേശവമേനോൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന ഈ യോഗം ഈ ഒരു ഐക്യ കേരള പ്രസ്ഥാനത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, പിന്തുണ സമാഹരിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഐക്യ കേരള സമ്മേളനം വിളിക്കാൻ എന്ത് ചെയ്തു, തീരുമാനിച്ചു എന്നുള്ള ഈ ഒരു ഐക്യ കേരള രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അതിന് പിന്തുണ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ആളുകളുടെ പിന്തുണ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഐക്യ കേരള സമ്മേളനം എന്ന് പറയുന്ന ഒരു സമ്മേളനം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, വിളിക്കാൻ തീരുമാനിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇനി പിന്നെ നമ്മൾ കാണുന്നത് തൃശ്ശൂർ ഐക്യ കേരള സമ്മേളനങ്ങളാണ്. തൃശ്ശൂർ ഐക്യ കേരള സമ്മേളനത്തിൽ നമ്മൾ കാണുന്നത് സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന KK കേളപ്പനായിരുന്നു.
1947 അതിനകത്ത് പങ്കെടുത്ത ആളുകൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അന്ന് വരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ജനപ്രാതിനിധ്യമുള്ള ഒരു യോഗമായിട്ട് വേണം അതിനെ നമുക്ക് കണക്കാക്കാൻ കേട്ടോ. ഏറ്റവും കൂടുതൽ ജനപ്രാതിനിധ്യമുള്ള യോഗം എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ കേട്ടോ. ഓക്കെ, ഒരുപാട് ആളുകൾ അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. പിന്നെ നമ്മൾ കാണുന്നത് കൊച്ചി മഹാരാജാവിൻ്റെ ഒരു സാന്നിധ്യവും ഇതിലേക്ക് വരുന്നുണ്ട്. ശ്രീ കേരളവർമ്മ മഹാരാജാവ് സമ്മേളനത്തിന് നേരിട്ട് പങ്കെടുത്ത് എന്ത് ചെയ്തു, ഐക്യ കേരളത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. പിന്നെ ഈ മൊയ്തു മൗലവി അവതരിപ്പിച്ച പ്രമേയം ഐക്യ കേരളം ഉടൻ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും സമ്മേളന ഐക്യകണ്ഠേന അത് അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത്. അപ്പോൾ ചുരുക്കത്തിൽ കേരളം എന്ന് പറയുന്ന സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടിയിട്ട് നടന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമ്മേളനമാണ് തൃശ്ശൂർ ഐക്യ കേരള സമ്മേളനം. കേളപ്പൻ്റെ അധ്യക്ഷതയിൽ ഒരുപാട് ആളുകൾ പങ്കെടുത്തു. ശ്രീ കേരളവർമ്മ മഹാരാജാവ് അതിനകത്ത് നേരിട്ട് പങ്കെടുത്തു. അതോടൊപ്പം തന്നെ മൊയ്തു മൗലവി എന്ത് ചെയ്തു, ഒരു പ്രമേയം അവതരിപ്പിച്ചു. എന്താണ് ആ പ്രമേയം? എത്രയും പെട്ടെന്ന് ഒരു കേരള സംസ്ഥാനം രൂപീകരിക്കണം എന്ന് പറയുന്ന ഒരു സംഗതി. അത് 1947 അല്ലേ, ഏപ്രിൽ മാസത്തിലാണ്. അന്ന് നമുക്ക് എന്തായിട്ടില്ല, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, നമുക്ക് ഓഗസ്റ്റിലാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, സ്വാതന്ത്ര്യം വരുന്നതിൻ്റെ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അല്ലേ. പിന്നെ അതിനുശേഷം 1949 ഒരു ആലുവ കൺവെൻഷൻ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ ഐക്യ കേരള കൺവെൻഷനായിട്ട് അതിനെ നമുക്ക് കണക്കാക്കാവുന്നതാണ്. പിന്നെ പാലക്കാട് കൺവെൻഷൻ 1949 നവംബർ മാസം. ഈ കൺവെൻഷനുകൾ ഏകീകൃത കേരള സംസ്ഥാനം എത്രയും പെട്ടെന്ന് രൂപീകരിക്കണം എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ തന്നെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള പരിപാടികളാണ്. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇതിനകത്തുള്ളൊരു പങ്കെന്താണെന്ന് നമ്മൾ നോക്കാം. അറിയാലോ, സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സ്റ്റേറ്റ്സ് മന്ത്രാലയം നാട്ടുരാജ്യങ്ങളുടെ ലയനത്തിന് വേണ്ടിയിട്ടും സംയോജനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു നയം ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. ഈ നയം ഐക്യ കേരള രൂപീകരണത്തിന് കാരണമായതായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അല്ലേ. ഓക്കെ, പിന്നെ നമുക്കറിയാം തിരുവിതാംകൂർ കൊച്ചി സംസ്ഥാന രൂപീകരണമാണ് ആദ്യം വരുന്നില്ലേ. ഫോർമേഷൻ ഓഫ് ട്രാവൻകൂർ കൊച്ചി സ്റ്റേറ്റ് 1940, നമ്മൾ അതിനെ തിരുക്കൊച്ചി സംസ്ഥാനം എന്ന് പറയാറുണ്ട്. അതിന് 1949 ജൂലൈ 1 തിരുവിതാംകൂറും കൊച്ചിയും ലയിപ്പിച്ച് തിരുക്കൊച്ചി എന്ന സംസ്ഥാനം ഔദ്യോഗികമായിട്ട് എന്ത് ചെയ്തു, നിലവിൽ വന്നിട്ടോ. അപ്പം കേരളം എന്ന് പറയുന്ന സംസ്ഥാനം രൂപീകരിക്കുന്നതിന് മുമ്പ് ആദ്യ രൂപം കൊള്ളുന്നത് ഏതൊക്കെയാണ്? തിരുവിതാംകൂറും അതോടൊപ്പം തന്നെ കൊച്ചിയും കൂടെയാണ്. അതാണ് തിരുക്കൊച്ചി സംസ്ഥാനം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതിൻ്റെ മുന്നേ നമ്മൾ അറിയാലോ, മദ്രാസ് എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങൾ ഏകീകരിക്കുന്നതിനുള്ള ആദ്യത്തെ ചുവടായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ അല്ലേ. ഓക്കെ, ഇതിനകത്ത് പങ്കെടുത്ത ആളുകൾ അല്ലെങ്കിൽ ഇതിനകത്ത് സഹകരിച്ച ആളുകളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഒന്ന് തിരുവിതാംകൂർ മഹാരാജാവാണ്. പിന്നെ അപ്പോൾ അതുകൊണ്ട് തന്നെ തിരുവിതാംകൂർ മഹാരാജാവ് പുതിയ സംസ്ഥാനത്തിൻ്റെ രാജ്യപ്രമുഖനായിട്ട് ഒരു ഭരണഘടനാ തലവനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. കൊച്ചി മഹാരാജാവ് തൻ്റെ ജനങ്ങളുടെ ക്ഷേമത്തിനായി പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കാനും എന്ത് ചെയ്തു, തീരുമാനിച്ചു. അതായത് കൊച്ചി രാജാവ് പിന്നെ അവിടെ പ്രത്യേക സ്ഥാനങ്ങളൊന്നുമില്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ജനങ്ങളുടെ ക്ഷേമത്തിനായിട്ട് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണഘടനാ തലവൻ എന്നുള്ള പദവിയുമായിട്ടൊന്നും അദ്ദേഹം ഇതിൽ വന്നിട്ടില്ല. അന്ന് ഇതിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമായിരുന്നു. ഹൈക്കോടതി എറണാകുളത്തും തന്നെയാണ് സ്ഥാപിക്കപ്പെട്ടത്. ഇന്നും കേരളത്തിൻ്റെ അവസ്ഥ തന്നെയാണ്. നമ്മുടെ തലസ്ഥാനം തിരുവനന്തപുരത്താണ്, നമ്മുടെ കോടതി എറണാകുളത്തും തന്നെയാണ് അല്ലേ. ഓക്കെ.